ആദ്യമായി ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പിച്ച വെച്ച് തുടങ്ങുന്നവർക്കുള്ള ക്ലാസ്സാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിന് സംസാരിക്കാൻ ഓരോരോ വാക്യങ്ങൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒരു വാക്യം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അതിനെ എങ്ങനെ ക്രമീകരിക്കുന്നു എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്, അല്ലേ? ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു, ഞാൻ കളിക്കുന്നു, ഞാൻ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ചോദ്യം ഞാൻ എന്ത് കളിക്കുന്നു എന്നാണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇത് ഞാൻ കളിക്കുന്നു ക്രിക്കറ്റ് എന്ന ഘടനയിലേക്ക് മാറും. ഞാൻ കളിക്കുന്നു ക്രിക്കറ്റ്. മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഞാൻ എന്ന സബ്ജക്റ്റ്, അതായത് ആരെപ്പറ്റിയാണോ ഒരു വാചകത്തിൽ എന്തിനെ അല്ലെങ്കിൽ ആരെപ്പറ്റിയാണോ സംസാരിക്കുന്നത് അതാണ് സബ്ജക്റ്റ്. ആദ്യമായിട്ട് സബ്ജക്റ്റ് എഴുതുന്നു. നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ ആരെയാണ് പറ്റിയാണ്? ഐ ആണ്, എന്നെ പറ്റിയാണ് പറയുന്നത്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. രണ്ടാമത് നമ്മൾ എഴുതുന്നത് കർത്താവാണ്, അല്ലെങ്കിൽ എന്താണോ ആ പ്രവൃത്തി എന്തിനോടാണോ ചെയ്തത്. ഇപ്പോൾ കളിക്കുന്നു എന്നുള്ളത് എന്തിനെയാണ് കളിക്കുന്നത്? ക്രിക്കറ്റിനെയാണ്. അപ്പോൾ അതാണ് കർത്താവ് എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മൾ രണ്ടാമത് എഴുതുന്നത്. പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഒന്നാമത് സബ്ജക്റ്റ് ആരെപ്പറ്റിയാണോ പറയുന്നത് അത് എഴുതി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ വെർബ് അഥവാ പ്രവൃത്തിയെയാണ് കാണിക്കേണ്ടത്. സംസാരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ ആദ്യം സബ്ജക്റ്റ് ആരെപ്പറ്റിയാണോ പറയുന്നത്, ഇപ്പം ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണെങ്കിൽ ഞാനാണ് ആദ്യം എഴുതേണ്ടത്. പിന്നീട് ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? കളിക്കുക എന്ന പ്രവൃത്തിയാണ്. അപ്പം ഞാൻ കളിക്കുന്നു ആണ്. പിന്നെ എന്തിനെക്കുറിച്ചാണ്, എന്താണ്, എന്തിനെ പറ്റിയാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ ചെയ്യുന്നത്? ക്രിക്കറ്റാണ് കളിക്കുന്നത്, ക്രിക്കറ്റ്. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് അഥവാ ആരെപ്പറ്റിയാണോ പറയുന്നത് അത്, രണ്ടാമത് പ്രവൃത്തി അഥവാ വെർബ്, മൂന്നാമതാണ് ഓബ്ജക്റ്റ്. അതായത് ഒരു വാചകത്തിൽ എന്തിനെ അല്ലെങ്കിൽ ആരെപ്പറ്റിയാണോ സംസാരിക്കുന്നത് അത് സബ്ജക്റ്റാണ്. പിന്നെ എഴുതുന്നത് ഒരു വാചകത്തിലെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമായ വെർബാണ് രണ്ടാമത് എഴുതുന്നത്. മൂന്നാമത് എഴുതുന്നത് വാചകത്തിലെ ക്രിയയോട്, അതായത് ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയ വാട്ട് വെൻ പോലെ, അതായത് എന്ത് ചെയ്യുന്നു, ആരെ ചെയ്യുന്നു, ആരോട് പറയുന്നു എന്നൊക്കെ ചോദിക്കില്ലേ, അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഓബ്ജക്റ്റ്. അതാണ് മൂന്നാമത് എഴുതുന്നത്. അതായത് ഇപ്പോൾ എന്ത് കളിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ കേട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. ആരെപ്പറ്റിയാണ് പറയുന്നത് അത് സബ്ജക്റ്റാണ്. രണ്ടാമത് അവർ എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് വെർബാണ് രണ്ടാമത് എഴുതുന്നത്. മൂന്നാമതായിട്ട് എന്ത്, ഏത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടല്ലോ, അതാണ് നമ്മൾ മൂന്നാമത് എഴുതുന്ന ഓബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് എന്ന ഇംഗ്ലീഷിൻ്റെ വാക്യഘടനയെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സബ്ജക്റ്റാണ്, അല്ലേ? അതായത് എന്തിനെ പറ്റി ആയാലും ഇപ്പോൾ എന്നെപ്പറ്റി പറയുമ്പോൾ എന്നെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതുമെന്ന് നമ്മൾ പഠിക്കണ്ടേ? പിന്നല്ലേ നമ്മൾ പ്രവൃത്തിയെക്കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? ഒന്നുകിൽ ഒരാളുടെ പേരാകാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരാവാം, അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ആൾക്കാരെ എടുത്തു പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദമാവാം, അല്ലേ? ആവുമല്ലോ. അതായത് നാമം അഥവാ ഒരു നൗണാവാം, അല്ലെങ്കിൽ ആ പേരിനെ സൂചിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും ആകാം. അതിന് ഇംഗ്ലീഷിൽ പ്രോനൗൺ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗ്രാമറായിട്ട് കരുതണ്ട. ഇവിടെ ഗ്രാമറെ ബന്ധപ്പെടുത്തി ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് സംസാര ഭാഷയിലേക്ക് കടക്കാനാണ് നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സബ്ജക്റ്റിൽ എന്തൊക്കെ എഴുതാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. സബ്ജക്റ്റിൽ എഴുതാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യമാണ് ഞാൻ നാമം പറയുന്നത്. അതായത് ഏത് പേരും, എന്തിൻ്റെ പേര് നമുക്ക് എഴുതാം, ഇല്ലേ? രണ്ടാമതായി പറയുന്നത് ആ പേരിന് പകരമായിട്ട് സൂചിപ്പിക്കാവുന്ന, ഇപ്പം എൻ്റെ പേര് രാജി എന്നാണെങ്കിൽ രാജി ഈസ് എ ടീച്ചർ എന്ന് പറയുന്നവരും ഞാൻ പറയുമ്പം രാജിക്ക് പകരം എനിക്ക് എന്തു പറയാം? ഐ എന്ന് പറയാം, അല്ലേ? ഐ എന്ന് പറയാം. എന്നാൽ ഒരു കൂട്ടം ടീച്ചേഴ്സാണുള്ളതെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്തു പറയാം? വി എന്ന് പറയാം, അല്ലേ? എന്നാൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ പേരിപ്പം രാധ എന്നാണെങ്കിൽ നിങ്ങളെ എനിക്ക് രാധ എന്ന് പറയുന്നതിന് പകരം എന്തു പറയാം? യു എന്ന് പറയാം, അല്ലേ? എന്നാൽ രാജു ആണ് എൻ്റെ സ്റ്റുഡൻ്റ് എങ്കിൽ എനിക്ക് എന്തു പറയാം? ഹീ എന്ന് പറയാം, അവൻ.
എന്നാൽ രേഖയാണെങ്കിൽ ഷീ അല്ലെങ്കിൽ അവൾ എന്ന് പറയാം. എന്നാൽ അവിടെ ഒരു പൂച്ചയോ ഡോഗോ ഒക്കെ ആണെങ്കിൽ എന്ത് പറയാം? ഇറ്റ് എന്ന് പറയാം. ഒത്തിരി പേരിങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിൽ അവിടെ അവരെന്ന് പറയുന്നതിന് പകരം ദേ എന്ന് പറയാം. മനസ്സിലായോ? അതായത് നൗൺ ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് നമ്മൾ സർവനാമം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇവിടെ പ്രോനൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോനൗൺ എന്ന് ഞാൻ എടുത്തു പറയാത്തത് നിങ്ങൾ ഭയക്കാതിരിക്കാനാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടുന്ന സബ്ജക്റ്റുകൾ, സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഒരു വാക്യമാണ്, ഒരു കംപ്ലീറ്റ് സെൻസ് ഉള്ളതാണ്. അതിനകത്ത് നമുക്ക് പൂർണ്ണമായ എന്തും എഴുതാം. ഓക്കെ, അപ്പോൾ അവിടെ സബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് എന്തിൻ്റെയും പേരാകാം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഐ, വി, യു. ഐ ഞാൻ, വി ഞങ്ങൾ, യു നിങ്ങൾ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത് അല്ലെങ്കിൽ ഇത്, ദേ അവർ. ഇങ്ങനെയുള്ള പ്രോനൗണുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയാണ് ഐ ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്നാണ് അർത്ഥം. ഐ എന്ന് പറയുന്ന ഞാൻ, എനിക്ക് എന്നാണെങ്കിൽ എൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടതെന്ന് നമ്മൾ പഠിക്കണ്ടേ? എനിക്ക് അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്നതിന് പകരം എന്നെ എന്ന് പറയുമ്പോൾ പഠിക്കണം, എൻ്റെ എന്ന് പറയണം, എൻ്റേത് എന്ന് പറയണം, ഇല്ലേ? അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നതിന് ഐ എന്ന് പറയും. പക്ഷേ എനിക്ക് വീണ്ടും ഒന്നുകൂടെ നമുക്കൊരു വാക്കിനും കൂടെ എനിക്ക് പറയാം, അല്ലെങ്കിൽ എന്നെ എന്ന് പറയുമ്പോൾ മീ എന്ന് പറയും. ഓക്കെ, എന്നാൽ എൻ്റെ എന്നാണെങ്കിൽ മൈ, എൻ്റേത് എന്നാണെങ്കിൽ മൈൻ, MINE. അപ്പോൾ തുടക്കക്കാരായ ആൾക്കാരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതായത് ഐ ഞാൻ അല്ലെങ്കിൽ എനിക്ക് എന്നാണ്, മീ എന്നെ അല്ലെങ്കിൽ എനിക്ക് എന്നാണ്, മൈ എൻ്റേതാണ്, മൈൻ എൻ്റേത് എന്നാണ്. അപ്പോൾ ഐ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതിൻ്റെ 4 ഡിവിഷനും മനസ്സിലായി കാണുമല്ലോ. എനിക്ക് എന്നുള്ളതും എന്നേന്നും എൻ്റേന്നും എൻ്റേതും പഠിച്ചു, ഇല്ലേ? ഇനി നമുക്ക് വി നോക്കാം. ഐ കഴിഞ്ഞ് നമ്മൾ വി അല്ലേ പറഞ്ഞത്? വി നോക്കാം. വി ആണെങ്കിലോ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക്. എന്നാൽ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നാണെങ്കിൽ നമ്മൾ ഇന്ത്യ നമ്മുടെ രാജ്യം എന്ന് പറയുക അവർ കൺട്രി, അവർ. ഞങ്ങളുടേത് എന്നാണെങ്കിൽ അവേഴ്സ്, അസ് ആണെങ്കിൽ ഞങ്ങൾക്ക്. അപ്പം വി നോക്കൂ, ഞങ്ങളല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നത് വി ആണ്, ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഔറാണ്, ഞങ്ങളുടേത് അവേഴ്സ്, ഞങ്ങൾക്ക് അസ്. എന്നാൽ താങ്കൾ, നീ, നിങ്ങൾ, നിനക്ക് എന്നൊക്കെ പറയുമ്പോൾ നീ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, യു ആണ് അല്ലേ? എന്നാൽ നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ യുവർ, നിൻ്റേത് യുവേഴ്സ്. താങ്കൾ, നീ, നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ യു ആണ്. നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടേത് എന്ന് പറയുമ്പോൾ യുവറാണ്. നിൻ്റേത് എന്ന് പറയുമ്പം യുവേഴ്സ് ആണ്. എന്നാൽ യു കഴിഞ്ഞെടുത്ത ഹീയിലേക്ക് നോക്കൂ. ഹി അവൻ അദ്ദേഹം എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അവന് എന്നും പറയാം. അവൻ അദ്ദേഹം എന്നൊക്കെ ഹീക്ക് അർത്ഥം പറയാം. എന്നാൽ ഹിസ് ആണെങ്കിൽ അവൻ്റെ, ഹിം അവന്. ഓക്കെ, അവന്. അവൾ വരുമ്പോൾ, അവൾക്ക്, അവൾ എന്നൊക്കെ വരുമ്പോൾ ഷീ ആണ്. അവളുടെ ഹെർ, അവളുടേത് ഹേഴ്സ്. അവൾ അല്ലെങ്കിൽ അവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ഷീ വരും. അവളുടെ അവൾക്ക് എന്നൊക്കെ ആണെങ്കിൽ ഹെറാണ്. അവളുടേത് വരുമ്പോൾ ഹേഴ്സ് ആണ്. പക്ഷെ നമ്മൾ പഠിച്ച ദേ നോക്കൂ, അവർ, അവ, അവർക്ക് എന്നൊക്കെ പറയുമ്പോൾ ദേ ആണ്. എന്നാൽ അവരുടെ അല്ലെങ്കിൽ അവയുടെ എന്ന് വരുമ്പോൾ ദെയറാണ്, THEIR, ദെയർ. അവർക്ക്, അവയ്ക്ക് എന്നൊക്കെ വരുമ്പോഴോ ദം. അവളുടേത് അവയുടേത് എന്ന് വരുമ്പോൾ ദെയേഴ്സ്, അവരുടേത് അവയുടേത് ദെയേഴ്സ്. ഓക്കെ, എന്നാൽ അടുത്തത് നോക്കൂ, ഹി നമ്മൾ പറഞ്ഞു
ദേയും പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇറ്റാണ്. ഇറ്റ് നോക്കൂ, ഇറ്റ് ഇതാണ് ഇറ്റ്. എന്നാൽ ഇറ്റ്സ് വരുമ്പോൾ ഇതിൻ്റെ. ഇറ്റ് ഇതാണ്, ഇറ്റ്സ് ഇതിൻ്റെ. എന്നാൽ അത് ആന്നൊക്കെ പറയണമെങ്കിൽ ദാറ്റാണ്. ഇവ എന്നാണെങ്കിൽ ദീസ്. ദോസ് അപ്പോൾ എന്ത് വരും? അവ എന്നാണ്. ദിസ് ഇത് അല്ലെങ്കിൽ ഈ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇത് ഇറ്റാണ്, അത് ദാറ്റാണ്. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആണ്, അതിൻ്റെ അല്ലെങ്കിൽ അവ എന്ന് പറയുമ്പോൾ അവിടെ ദാറ്റാണ്, അതും ദാറ്റായിട്ട് പറയാം. ദിസ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഈ. ദീസോ ഇവ, ഇവ. ഇനി അടുത്ത് നോക്കൂ, ഫോർ ഹിം. ഫോർ ഹിം, ഫോർ ചേർത്ത് പറയുമ്പോൾ ഓരോരുത്തർക്ക് അവനക്ക് അവൾക്ക് എന്നൊക്കെ പറയത്തില്ലേ. ഫോർ ഹിം അവന്, ഫോർ ഹെർ അവൾക്ക്. അപ്പം ഞങ്ങൾക്കെന്ന് പറയുമ്പോഴോ ഫോർ അസ്. നിങ്ങൾക്ക് എന്നാണെങ്കിൽ ഫോർ യു, അവർക്ക് എന്നാണെങ്കിൽ ഫോർ ദം, എനിക്ക് എന്നാണെങ്കിൽ ഫോർ മീ. അപ്പം അവന് ഫോർ ഹിം, അവൾക്ക് ഫോർ ഹിർ, എനിക്ക് ഫോർ മീ, ഞങ്ങൾക്ക് ഫോർ അസ്, അവർക്ക് ഫോർ ദം, നിനക്ക് ഫോർ യു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആ സബ്ജക്റ്റിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സബ്ജക്റ്റിൽ ഇതെല്ലാം നമുക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി വേണ്ടത് നമ്മുടെ എക്സസൈസ് നോക്കുക എന്നുള്ളതാണ്. എക്സസൈസിൽ ആദ്യത്തെ നോക്കൂ, ഇത് അവൻ്റെ പേനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൾക്ക് ഒരു പൂച്ചയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കും സെൻറ്റൻസ് പഠിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്നാലും നിങ്ങളിത് എഴുതാൻ ശ്രമിക്കുക. തെറ്റാകുന്നതൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കറക്റ്റ് ചെയ്ത് ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ പേന എൻ്റേതാണ്. ഈ ബുക്ക് അവൻ്റേതാണ്. അവർക്ക് വീടുണ്ടോ? അവർക്ക് വീടുണ്ടോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.